പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. ചോദിച്ചോ. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ആരാ അതൊക്കെ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കണേ? എന്താ വെച്ചാൽ കാര്യം എന്താ വെച്ചാൽ ചോദിച്ചിട്ട് പോ. അല്ല, ഇതുവരെയായിട്ട് നമ്മളൊരു ട്രിപ്പ് പോയിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ബാംഗ്ലൂര്, ഊട്ടി, മൈസൂര് ഇവിടെയൊക്കെ 3-4 ദിവസം കറക്കിയിട്ടെല്ലാം കൂടുന്നത്. അതൊന്നും ഓർമ്മയില്ല എനിക്ക്? അതെനിക്ക് ഓർമ്മയുണ്ട്. അത് അപ്പളല്ലേ? കുട്ടികളായിട്ട് പോയിക്കണോ? കുട്ടികളായിട്ട് കാഞ്ഞിരപ്പോക്കും മലമ്പോക്കൊക്കെ പോയിട്ടില്ലേ? അത് പോരെ? അതൊക്കെ ഒരു ട്രിപ്പാ? അല്ല പിന്നെ അതെന്താ? അല്ല അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ എന്താ ആവശ്യം എന്താ അതൊന്ന് പറഞ്ഞ. ഊട്ടി പോണോ അതോ മൈസൂർ പോണോ ബാംഗ്ലൂർ പോണോ? എവിടേക്കൊന്ന് പറഞ്ഞാ എവിടേക്കാ പോകേണ്ട വെച്ചാൽ? അവിടേക്കൊന്നും വേണ്ട, മിനി ഊട്ടിക്കൊന്ന് പോയാലോ? മിനി ഊട്ടിക്ക് കൊണ്ട് മാറ്റിയിട്ട് വാ. അപ്പം ഇനി ഇന്നപ്പോളെ മിനി ഊട്ടി കൊണ്ടുപോയിട്ടേ ബാക്കി കാര്യമുള്ളൂ കേട്ടോ. ഇനി അങ്ങനത്തെ ഒരു ആഗ്രഹം നമ്മൾ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഡ്രസ്സ് മാറ്റിക്കാം, പോവാം. മക്കളെ, നമ്മളില്ലേ ഇപ്പോൾ ഒരു എന്താ പറയുക, മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു മലയുടെ മുകളിലാട്ടോ, മിനി ഊട്ടിയിലാണ്. മിനി ഊട്ടിയിൽ മിസ്റ്റി ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലുള്ളത്. നോക്കിയേ, ഇതാണ് ഒരു കോട്ടേജ്. അതേപോലെ തന്നെ താഴത്തെ ഒരു കോട്ടേജ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ലാൻഡിങ്ങും അതേപോലെ തന്നെ ടേക്ക് ഓഫ് ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചാ പൊളി ഇൻഫിനിറ്റി പൂളും അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയ ഒരു ദുനിയാവ് കാണാൻ മാത്രമുണ്ട്. അതേപോലെ തന്നെ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അറിയാലോ, പെണ്ണുങ്ങൾ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് തീർത്ത് കൊടുക്കണം. അത് ഇനി എത്ര റിസ്ക് എടുത്താണ് ശരി. അങ്ങനെ ഇന്നത്തെ രാത്രി, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ്. നൈറ്റ് വിഷ്വൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഫിനിറ്റി പൂളിൻ്റെ കാഴ്ചകളുണ്ട്. ഫ്ലൈറ്റ് പൊങ്ങണതും താവണതും, ചിലപ്പോൾ അവിടെ പൊങ്ങും, ചിലപ്പോൾ ഇവിടെ ഇറങ്ങും, ചിലപ്പോൾ ഇവിടെ പൊങ്ങും, അവിടെ ഇറങ്ങും. ഏത് വിഷ്വൽസ് ഉണ്ടെങ്കിലും ഇന്നത്തെ രാത്രിയും അതേപോലെ തന്നെ കുറച്ച് ഈ പകൽ രാത്രി ആവുന്നവരെയുള്ള കുറേ വിഷ്വൽസ് നമുക്ക് കാണാനുണ്ട്. അതേപോലെ തന്നെ മെയിനായിട്ട് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതേപോലത്തെ നല്ല സ്റ്റൈലൻ കോട്ടേജുകളാണ്. നല്ല നോക്കിയാൽ ഞാൻ അടിപൊളിയായിട്ട് തന്നെ കാണിച്ചു തരാം. നല്ല നെറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കോട്ടേജ് നിലവിലുള്ളത്. അതേപോലെ തന്നെ ഇവിടെ പിന്നെ ഫ്യൂച്ചർ പിന്നെ ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട് കേട്ടോ. ഒരു 6-7 തറകൾ വിട്ടിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, അടിച്ചിട്ടുള്ള ഷേപ്പ് സെറ്റപ്പ് വരുന്ന കോട്ടേജുകളാണെന്നാണ് ഇവർ പറഞ്ഞത് ഇവിടുത്തെ ആളുകൾ. അതേപോലെ തന്നെ അതേ അവിടെ കാണുന്ന അതാണ് ഇൻഫിനിറ്റി പൂള്. ഇവിടെ ഒരു വ്യൂ ഉണ്ട്, പൊന്നും മക്കളെ, വേറെ ലെവലാട്ടോ. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള കോട്ടേജ് കേട്ടോ. പിന്നെ ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു ദിവസം ഞാൻ ഇവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇവിടെ ഒരു മലയുടെ മുകളിലാണ്, നല്ല ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അത് വേറെ ലെവലാണ്. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്, പ്രത്യേകിച്ച് പിന്നെ കപ്പിൾസ്. അതേപോലെ പുതിയ കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ ഇതൊന്ന് കാണാൻ മാത്രം ഉണ്ട് സംഭവം. ഉള്ളിൽ നിന്ന് അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. AC ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇങ്ങനെ AC ഇവർ ഇട്ട് വെച്ചാണ്. അതാണ് ഈ കോട്ടേജാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, നല്ല രസമല്ലേ. അപ്പോൾ കുട്ടികൾക്ക് കിടക്കാനുള്ള സെറ്റപ്പ് മുകളിലാട്ടോ. അങ്ങനെ ചെറിയൊരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഒരു ദിവസമല്ലേ, എന്നൊന്നുമില്ലല്ലോ. നോക്കിയേ, ഇവിടെ കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ട്. അതേപോലെ തന്നെ നേരെ താഴെ എന്താ പറയുക, വലിയ ആളുകൾക്ക് കിടക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. നല്ല സ്റ്റൈലും സെറ്റപ്പ് ആട്ടോ. അത് മാത്രമല്ല, ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയൊരു മഴയും കൂടി ഉണ്ടെങ്കിട്ടല്ലോ, മോനെ ഒരു രക്ഷയില്ല. അപ്പുറത്തൊക്കെ ചെറിയ കാടുകളാട്ടോ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. കാരണം കംപ്ലീറ്റ് അത്യാവശ്യം നല്ല സേഫ്റ്റി നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇനി ഇതിൻ്റെ ഔട്ട് വ്യൂ ഉണ്ടല്ലോ, അതൊന്ന് കാണാൻ മാത്രം തന്നെ ഉണ്ട്. അത് കാണേണ്ട കാഴ്ചയാണ്. ഇതേ കോട്ടേജിൻ്റെ സൈഡ് പരിസരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ, നല്ല നല്ല അടിപൊളി, നല്ല വൃത്തിയാണ്. നോക്കി നിങ്ങൾ കണ്ടാ, ഈ വ്യൂ എന്ന് പറയുന്നത് എവിടെ കിട്ടും? കേരളത്തിൽ വേറെ എവിടെ കിട്ടും? ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മിനി ഊട്ടിയിലുണ്ടോ, കൊണ്ടോട്ടിക്കടുത്ത് മിനി ഊട്ടിയിലാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈറ്റും പിന്നെ ഇറങ്ങേണ്ടതും പൊങ്ങണമൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും. കാരണം എയർപോർട്ട് ആ ഭാഗത്താണ് വരുന്നത് കേട്ടോ. മിക്കവാറും ഈ സൈഡിൽ കൂടെ അങ്ങനെ വരും. ആ കയറി വരുമ്പോൾ കുന്ന് കയറി വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വന്നിരുന്നു. ഇവരെ പിന്നെ കൂടുതൽ ഫ്ലൈറ്റ് ഇറങ്ങാത്തതുകൊണ്ട്, കൊച്ചിത്തമാരി അങ്ങനെ തുരുതുരാന്ന് ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. കിട്ടുമ്പോൾ ഞാൻ ആ വിഷ്വൽസ് എന്തായാലും ഉൾപ്പെടുത്തും. എന്നാലും ഈ ഒരു വ്യൂ ഞാൻ പറയുകയാണ്, എന്തായാലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ നിന്ന് വന്നിട്ട് ഇതൊന്നും ആസ്വദിക്കണം. വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇല്ലയെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇത്രയും സെറ്റപ്പ്, അതേപോലെ തന്നെ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണല്ലോ വരാൻ പോകേണ്ടത്. നോക്കി ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്, നോക്കി എന്താ രസം എന്നറിയോ, ഭയങ്കര. അത് ഒരുപാട് കുന്നാണ്. താഴത്തേക്ക് ഏകദേശം 3.5-4 കിലോമീറ്റർ താഴെ എന്താണ് മുസ്ലിയാരങ്ങാടി എന്തൊക്കെയാണ് ടൗണിൽ തിരിഞ്ഞ ടൗണിലേക്ക് പറയാം കേട്ടോ. അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ രാത്രി കായി കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ നേരെ ഇനി കുറച്ച് നേരം പോയിട്ട് പൂളിൽ ചാടട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഫിനിറ്റി പൂൾ കേട്ടോ. ഇൻഫിനിറ്റി പൂളിൻ്റെ ആ സൈഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു വ്യൂവും അതേപോലെ തന്നെ പൂളിൻ്റെ ആ ഒരു സൈഡും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഒരു ആംബിയൻസ് എന്തായിരിക്കും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും കേട്ടോ. ഒന്ന് ഊഹിച്ച് നോക്കുക. അപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ ഓക്കെ, നേരെ ഈ പൂൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതവിടെ അത്യാവശ്യം സേഫ് ലോക്കർ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പൂളിലെ പിന്നെ മുങ്ങിച്ചാട്ടവും നീരാട്ടമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ഡ്രസ്സ് മാറാനും അതേപോലെ തന്നെ തോർത്താനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഇനി നോക്കിക്കോട്ടോ, ഇവിടെ നോക്കാണി
ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും, ഞാൻ ഒരുപാട് പൂളുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും വൈബ്, ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഇത്രയും വൈബുള്ളൊരു പൂള് ഞാൻ കണ്ടിട്ടില്ല. സത്യമാണ് പറയണത്. ഈ പറഞ്ഞ മാതിരി മൂന്നാറും വാഗമണ്ണും ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു വൈബ് കണ്ടോ, അത് നോക്കി കറക്റ്റ് ആ ഒരു എൻഡിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കണ പോലെ തോന്നുന്നില്ലേ? കാരണം അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് ആ ഒരു ഇതിൻ്റെ സെറ്റപ്പ്. അതേപോലെ തന്നെ അപ്പുറത്തിൽ ആ ഒരു പിന്നെ എന്താ പറയുക, അതിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളും നോക്കി എന്താ രസം എന്നറിയോ. ഈ പൂളിൽ ഇങ്ങനെ കടന്നിട്ട് നീന്തി കളിക്കുന്ന സമയത്ത് മേലെ ഒരു ഫ്ലൈറ്റും കൂടി വന്നാൽ പൊളിക്കും. നോക്കി താഴെ നീല മുകളിൽ നീല. അപ്പോൾ ഇതിലോ ചാടിയാലോ? ചാടട്ടെ? എന്നാ ഡ്രസ്സ് മാറ്റി വേഗം. മിസ്റ്റി ഗ്രീൻ ഹിൽസ് കേട്ടോ. ഹിൽസ് ചെലം പോലെ മക്കളെ, 1.5 ഹിൽസ് തന്നെ എടുത്ത് വേറെ ലെവലാണ്. നോക്കിയേ, നമ്മളിവിടെ വന്നപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഫസ്റ്റ് പറയാം, ഒരുപാട് റിസോർട്ട് നമ്മൾ പോയിട്ടുണ്ട്, എന്താ പറയുക, അത് പൂളില്ലതും അല്ലാത്തതൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇത് ഭയങ്കര സെറ്റപ്പാണ്. ഞാൻ എനിക്ക് ഇനി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ, ചെറുക്കിനൊന്ന് മുങ്ങിച്ചിട്ടതിൽ. ഓക്കെ, ഇതാണ് ഫുൾ സെറ്റപ്പ് കേട്ടോ കാര്യങ്ങൾ. നമുക്ക് പിന്നെ ഇവിടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിവിടെ ബുക്ക് ചെയ്യുന്ന സമയത്തിന് അവർ പറഞ്ഞുതരും. പിന്നെ അതേപോലെ തന്നെ ഓരോ ടീമിനും ഓരോ മണിക്കൂർ അങ്ങനെയൊക്കെ കൊടുക്കൽ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നീരാട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചോളണം. അപ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, ഞാനിവിടെ ഫസ്റ്റാണ് വരുന്നത്, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം. അതിവിടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ താഴത്ത് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, അതേപോലെ തന്നെ സ്ക്രീനിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊന്നും നിങ്ങൾ എന്തായാലും അനുഭവിച്ചേ മതിയാവുള്ളൂ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭാഗ്യത്തിനൊരു ഫ്ലൈറ്റും കൂടി ഇറങ്ങി കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കായ് മുതലായി. ഓക്കെ, മലനിരകൾ കിടക്കുന്നുണ്ടോ? ഓ എൻ്റെ മോൻ, എനിക്ക് പറഞ്ഞിട്ട് പൂതി തരുന്നില്ല കേട്ടോ സത്യത്തിൽ. അപ്പോഴേ നമ്മൾ ഡ്രസ്സ് മാറ്റി ഇനി ചാടാൻ പോകട്ടോ. അതേപോലെ തന്നെ ആ ഏരിയ ഉണ്ടോ, ആ ലാസ്റ്റ് കാണുന്ന ഏരിയ, ആ മലനോട് മുട്ടി നിൽക്കുന്ന പോലെ തോന്നില്ലേ നിങ്ങൾക്ക്? അതിൻ്റെ മുമ്പിൽ അവിടെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വ്യൂ ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് 1.5 സംഭവമായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റിൽ ഇങ്ങനെ മുങ്ങി കളിക്കും. ഇപ്പോൾ ഈ ഒരു നല്ല പകലിൽ, നമ്മളിപ്പോൾ ഈവനിങ് അല്ല വൈകുന്നേരത്തല്ലത്, ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കായ് മുതലായി. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, നേരെ ഇതൊക്കെ ചാടാം. നീ ആ ക്യാമറ ഉണ്ടോ? ഞാൻ ആ എൻഡ് അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ, എന്താ ലെവൽ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ഈ ഏരിയക്ക് കുറച്ച് പേടിയാവുക. ഈ ഏരിയക്ക് കുറച്ച് പിന്നെ ആഴം കൂടുതലുണ്ട് കേട്ടോ. നോക്കി, ഭയങ്കര രസം കേട്ടോ ഇവിടേക്ക്. അപ്പോൾ മക്കളെ, ഈ ഏരിയയിൽ നമുക്ക് ഏകദേശം എൻ്റെ കഴുത്തോളം വെള്ളം ഉണ്ട് കേട്ടോ. അഥവാ ഈ ഒരു എൻഡിക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ആഴം കൂടുതലാണ്. അവിടെ ഇറങ്ങുമ്പോൾ കുറച്ച് കുറവാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കണ്ടോ, പേടിയാവും കാണുക. ഓക്കെ, പെരും മലയാണ് ഇതാ. ഇതിൻ്റെ ബാക്കി ബാലൻസ് വരുന്ന വെള്ളം ഇവിടെ ചാടുക, അപ്പുറത്തേക്ക് പെരുംജാതി കുണ്ടാണ്. അപ്പോൾ എന്തായാലും ഒരു ഫ്ലൈറ്റ് മേലേക്ക് ഇവിടെ ഒരു ലാൻഡ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നതേ പോണു സാധനം. നേരത്തെ കുട്ടികളെ വിളിച്ചപ്പോൾ മേഘത്തിൻ്റെ ഉള്ളിൽ കയറി. എന്തായാലും ഇനി ആ ഒരു കാഴ്ചയുടെ കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ മിനി ഡാം കേട്ടോ. മിനി ഡാമല്ല, മിനി ഊട്ടിയിലെ സ്വിമ്മിംഗ് പൂള്. ഞാൻ ചെറുക്കനൊന്ന് ചാടിക്കട്ടെ കേട്ടോ. നദിയിലോ മെല്ലെ ചാടിക്കോ, തല മുട്ടരുത് കേട്ടോ. ആ താഴത്തെ സ്റ്റെപ്പ് മുട്ടരുത്. ചാട കുറേ ദിവസമായി വെള്ളത്തിൽ ചാട് പറയടോ. മുങ്ങിക്കോ ഉടക്കി. മുങ്ങണ്ടേ? തണുക്കുണ്ടോ? ഒരു പണ്ട് ഞങ്ങളൊരു പിന്നെ പാർക്കിൽ പോയിട്ട് അവിടെ മറ്റേ എന്താ പറയുക, സ്വിമ്മിംഗ് പൂളിൽ ഇറക്കിയില്ല പറഞ്ഞിട്ട് ഭയങ്കര പരാതി പഠിച്ചോനെ. വെളുക്കണമൊക്കെ ശ്രദ്ധിക്കട്ടില്ലേ എല്ലാവരും വരുന്നവരൊക്കെ. അപകടം എപ്പോഴും എന്ത് മുൻകരുതിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ കെയർ ആയിട്ട് വേണം ചെയ്യാൻ. ഇനി ഞാനിതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകാൻ പറ്റുമൊന്നുമില്ല, എന്നാലും എൻ്റെ ആ ഒരു വിഷ്വൽ കാണിച്ചു തരണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പോവാണ്. വീഴാണെന്നുണ്ടെങ്കിൽ ഫോണടക്കം വെള്ളത്തിലായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഒമ്പക്കാടാട്ടോ, പെരുങ്കാടാണ് ഇവിടെ. സംഭവം ഇൻഫിനിറ്റി പൂൾ ഒരു വേറെ ലെവൽ അനുഭവം കേട്ടോ. അതേ കാണും നിങ്ങൾക്ക്. ഞാൻ അവിടെ ആ സൈഡിൽ നിന്നേ എയർപോർട്ടും കാണിച്ചു തരാം കേട്ടോ, സൂം ചെയ്തിട്ട്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ലാൻഡിങ് കാണാൻ പറ്റും. രാത്രിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ ലൈറ്റ് കാണിച്ചു തരാം. അവിടെ ആ സൈഡിൽ പോയിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര സെറ്റപ്പ് കേട്ടോ. ഇൻഫിനിറ്റി പൂൾ ഒരു രക്ഷയില്ല, വല്ലാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ 1.5 അനുഭവം കേട്ടോ. ആ എൻഡിലെ ഒരു വിദൂരത്തിൽ ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു സംഭവം കാണുന്നത്. അവിടെ ചെറിയൊരു കോട പോലെ, ആ സൂര്യൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത കേട്ടോ. രാത്രി ഞാൻ എൻ്റെ ആ വിഷ്വൽസ് കറക്റ്റ് കാണിച്ചു തരാം. അതാണ് കരിപ്പൂർ എയർപോർട്ടിൻ്റെ റൺവേ കേട്ടോ. ഇനിയൊരു സാധനം ഇവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്, അഥവാ എന്താ പറയുക, തിരിച്ചാൻ പോയിട്ടുണ്ട്. അത് വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ അടിപൊളിയായിട്ട് അവിടെ അങ്ങനെ ലാൻഡ് ചെയ്യണത് കാണാൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡിങ്ങും അതേപോലെ തന്നെ ഈ സൈഡിൽ ടേക്ക് ഓഫ് വെച്ചാലും ഇതൊക്കെ കണ്ട് വളരെ അടിപൊളിയായിട്ട് ചില്ലാക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. എന്ത് അറിയത്, മിസ്റ്റി ഗ്രീൻ ഹിൽസ് കേട്ടോ.
ഒരു കൊടുക്കണ പൈസക്ക് ഇവിടെ എന്തായാലും വെർത്താണ്, യാതൊരു സംശയമില്ല. അപ്പൊ മക്കളെ ഞാൻ വെറുതെ പറഞ്ഞല്ല ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും കാണാന്നുള്ളത്. ഇതേ പോണോ സാധനം. സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ മലർന്ന് ഇങ്ങനെ കിടക്കുക, എന്നിട്ട് നേരെ നോക്കുക, ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്ന കാണാം. നോക്കട്ടെ, ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ പോവുകയാണ്, അതാണ് പ്രശ്നം. ആ ഒരു ലെവല് കണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ ചില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ വന്നത് മുതലായില്ലേ ഈ സമയത്ത് ഞാൻ ഇറങ്ങിയത്. ഇനി നേരെ പിന്നെ റൺവേ കാണാം കേട്ടോ നമുക്ക്. ഇത് കുറച്ച് നേരം ഇങ്ങനെ പോട്ടെ, കാരണം ഫ്ലൈറ്റ് ഇറങ്ങല്ലേ, കുറച്ച് ടൈം എടുക്കും. 24 ഒക്കെ ആണെങ്കിൽ ഞാൻ അടുപ്പിച്ചിരുന്ന സാധനത്തിനൊക്കെ ഉണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആട്ടോ പോണത്. പൊതുവേ സോഷ്യൽ മീഡിയ തുറന്ന മുഴുവനായിട്ടും പിന്നെ എന്താ പറയുക, എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്ന വീഡിയോസാണ്. കോഴിക്കോട് ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ കൊച്ചിയിൽ ഇഷ്ടംപോലെ വീഡിയോ നമ്മൾ പോകുമ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഈ സൂം ചെയ്താൽ കുളമാവോ ഉണ്ടോ? നേരെ പോയിട്ട് അതാ കാണണം കേട്ടോ റൺവേ. ചെറിയ ലെവലിൽ ഇവിടുന്ന് കാണാം. ഞാൻ പറഞ്ഞല്ലോ, ആ ലൈറ്റിങ് ചെറിയൊരു പ്രശ്നം കൊണ്ടാണ്. ഓക്കെ, ഒരു കിളിക്കുഞ്ഞ് പോയി ഇറങ്ങണ പോലെ ഇറങ്ങണം. അപ്പോൾ എന്തായാലും കായ് മുതലായില്ലേ. അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ടേക്ക് ഓഫ് ആണെങ്കിൽ നേരെ ഇവിടെ പൊങ്ങടവും കാണാം കേട്ടോ. എവിടെ വിമാനം എവിടെ കാണണ്ടോ നിങ്ങൾക്ക്? ചെറിയൊരു കുഞ്ഞുണ്ട്, അതെ ഇതേ പോകുന്നു. മറിഞ്ഞു, ഇനി കാണൂല കേട്ടോ. അത്രയും ദൂരത്താണ് പോണത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാസേജിൽ കറക്റ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഞാനൊന്ന് കാണട്ടെ, നിങ്ങൾക്ക് കാണാൻ വഴിയില്ല. ഉറങ്ങാജ് ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ ചാടിയിട്ട് തണുത്തിട്ട് വിറച്ചിട്ടേ എന്താ പറയുക, പിന്നെ വായ ഇങ്ങനെ കോച്ചിട്ട് എന്നൊക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഇതാണ്. നോക്കിയേ, നമ്മളെ ബെഡ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ രാത്രി ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. സെറ്റാണ്. ഇനി പുറത്തൊരു വ്യൂ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. 1.5 വ്യൂ. ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുണ്ട്, പക്ഷെ എങ്കിൽ കൂടി നല്ല അടിപൊളി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട് സൈഡ് വ്യൂ കേട്ടോ. ഇവിടെ ഇനി ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഫുള്ള് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കി, ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ളൊരു ടേബിളും പിന്നെ സീറ്റും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ആ രാത്രി വ്യൂ ഉണ്ടല്ലോ, പുറത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി, നക്ഷത്രങ്ങൾ ഉദിച്ചതുപോലെ ഇങ്ങനെ കാണുന്നുണ്ടോ. ഇനി രാവിലെ ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല പിന്നെ എന്താ പറയുക, ഫോഗ് ഉണ്ടെങ്കിൽ കാണാൻ നല്ല രസം. കാരണം ഈ മിന്നാമിന്നി പോലെ സംഭവങ്ങളിലെ ലൈറ്റ് കണ്ടോ, അതിൻ്റെയൊക്കെ മുകളിലായിരിക്കും ഇത്ര കോട. അത് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. എന്തായാലും വേനലിലും മഴയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ട്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ അങ്ങനെ വരുന്നുണ്ട്. നോക്കി, ചെറിയൊരു ചാറലുണ്ട്, നിങ്ങൾക്ക് കാണൂല. നല്ലൊരു ചാറ്റൽ മഴയ്ക്ക് സാധ്യത. നല്ല പെരുമഴ പെയ്താൽ ഒന്നും കൂടി വൈബേക്കാരം. കാരണം ഇത് ഒരു ഗ്ലാസ് ടൈപ്പ് സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഉള്ളിലിങ്ങനെ കാണാം. ഓക്കെ, ഈ കർട്ടൻ എന്ത് ചെയ്യുക, കർട്ടൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലൊന്നും കാണാനും പറ്റില്ല. അങ്ങനത്തെയാണ് സെറ്റപ്പ്. മേലെയാണ് നെക്സ്റ്റ് വേറെ ഡോം വരുന്നത് മുകളിലാണ് കേട്ടോ. അവിടെ ആളുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ വരുന്ന പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പൂള് അവിടെ ഉണ്ട്. ഇനി നമുക്ക് രാത്രി ഒരു 10 മണിക്ക് ഒന്നുകൂടി പോകാമെന്ന് വിചാരിക്കേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ പോവാം. ഞാൻ ഇന്നലെ ഈ സാധനത്തിന് കോട്ടേജ് എന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതിന് ഡോം എന്നാണ് ശരിക്കും പറയാം. ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴേ താഴെ 2 ആൾക്കും അതേപോലെ തന്നെ മുകളിൽ കുട്ടികൾക്കും ഉള്ള സെറ്റപ്പാണ് ഈ ഒരു ഡോമിലുള്ളത്. അതിൽ ഇല്ല, അതിൽ കപ്പിൾസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഭാര്യയും ഭർത്താവിനും അല്ലെങ്കിൽ 2 ആളുകളുടെ സെറ്റപ്പ് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, നല്ല അടിപൊളി പ്രഭാതം. ഇനി താഴെ ട്രീ ഹൗസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഇന്നലെ കണ്ടല്ലോ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കൊണ്ടിട്ട്. ഓക്കെ, അപ്പോൾ രാവിലെ പ്രഭാതമൊക്കെ കഴിഞ്ഞിട്ട് നോക്കി ഒരു 6:45-7 മണിക്ക് ആയപ്പോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര രസമാട്ടോ ഇവിടെ മോർണിംഗ്. അതേപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്നങ്ങാണ്ട് ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇതേപോലത്തെ സംഭവത്തിൽ ഇങ്ങനെ വന്നിരുന്ന ആ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട്, അതേപോലെ തന്നെ ഇതാണ് അവിടെ എയർപോർട്ട്. നമ്മൾ ഇന്നലെ കണ്ടു. എയർപോർട്ടിൽ നിന്ന് ചിലപ്പോൾ ടേക്ക് ഓഫ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും ലാൻഡിങ് വരിക. അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ലാവിഷായിട്ട് ഇങ്ങനെ ഇരിക്കുക. അവിടെ ഫ്ലൈറ്റുകളൊന്നും ഇല്ല കേട്ടോ, ഇന്ന് ലീവ് ആവുന്നുണ്ട്. ഓക്കെ, എന്താ രസം എന്നറിയ വ്യൂ, ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആട്ടോ. രാവിലെ 8:30 മണി മുതൽ 10 മണി വരെ അല്ലേ, 10 മണി വരെയാണ്. ഇതേ ബ്രെഡ് ഉണ്ട്, അതേപോലെ തന്നെ ബോയിൽഡ് പഴമുണ്ട്, ഏത്തപ്പഴം, അതേപോലെ തന്നെ ജാമ്, ഈ കുറച്ച് ആവിയിൽ വന്ന സാധനമാണെങ്കിൽ പുട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല അടിപൊളി കടലക്കറി ഉണ്ട്, അതേപോലെ തന്നെ പൂരി ഉണ്ട്, അതേപോലെ തന്നെ എന്താ ഈസ്റ്റോ അങ്ങനത്തെ ഒരു സാധനം കേട്ടോ. അപ്പോൾ രാവിലെ 8:30 to 10 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടുത്തെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. അപ്പോൾ ഞാൻ എന്തായാലുമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ഇതാണ് മിസ്റ്റി ഗ്രീൻ ഹിൽസിൻ്റെ പിന്നെ കോൺഫറൻസ് ഹാൾ കേട്ടോ. നമ്മൾ ചെറിയ പാർട്ടികളൊക്കെ നടത്താം. ഏകദേശം ഒരു 60% 60 ആളുകൾക്ക് ഇരുത്തിയിട്ട് ചെറിയൊരു കോൺഫറൻസ് ഒക്കെ നടത്താൻ പറ്റിയിട്ടില്ല
നല്ലൊരു വൃത്തിയില്ല നല്ലൊരു സെറ്റപ്പായിട്ടുള്ളൊരു ഇതാട്ടോ കോൺഫറൻസ് ഹാളാണ്. ഇതേവിടെ എന്താ പറയുക പ്രസംഗപീഠങ്ങളും അതേപോലെ തന്നെ മൈക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി ചെറിയൊരു ഗാനമേളയൊക്കെ വേണമെങ്കിൽ നടത്താം. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള റൂമുകൾ വരുന്നത് കേട്ടോ. എ സിയും നോൺ എ സിയും തന്നെ സെപ്പറേറ്റ് തന്നെ കാണിച്ചു തരാം. ഇതാണ് കോൺഫറൻസ് ഹാള്. നിങ്ങൾക്ക് ചെറിയ പിന്നെ കമ്പനി മീറ്റിങ്ങോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്ടി പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. പാർട്ടി മീൻസ് രാഷ്ട്രീയ പാർട്ടികളല്ലാട്ടോ ഉദ്ദേശിച്ചേ, നമ്മുടെ ഫ്രണ്ട്സ് മീറ്റിംഗ് അതേപോലെ തന്നെ ചെറിയ ചെറിയ മീറ്റപ്പുകൾ കാര്യങ്ങൾക്കൊക്കെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. നോക്കി നല്ലൊരു അടിപൊളി ഒരു ചെറിയൊരു ഓഡിറ്റോറിയം സെറ്റപ്പിലൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ആ റൂമുകളൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള എ സി ബെഡ്റൂം വരുന്നത് കേട്ടോ. ഓക്കെ, 2 പേർക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയാണ്. എ സി ആണ്. അതേപോലെ തന്നെ ബാത്റൂം അത്യാവശ്യം നല്ല നീറ്റാണ്, അടിപൊളി കേട്ടോ, എല്ലാം കൊണ്ട് ഉഷാറാണ്. ഓക്കെ, ഇതാണ് എ സി റൂം. ഇതാണ് നോൺ എ സി റൂം കേട്ടോ. സെയിം വലുപ്പമാണ്, അതേപോലത്തെ സെറ്റപ്പാണ് കാണുന്നത്. ഏകദേശം ചെറിയൊരു പെയിൻറ്റിങ്ങിൽ ചെറിയൊരു മാറ്റേ വരുന്നുള്ളൂ. പിന്നെ ബാത്റൂമും അത് സെയിം സംഭവം തന്നെ, ഒന്നും മാറ്റില്ല, ഒറ്റ മാറ്റേ ഉള്ളൂ. അതിൽ എ സി ഉണ്ട്, ഇതിൽ എ സി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടത് നമ്മളെ പിന്നെ പേജിൽ വരുന്ന വീഡിയോ അതേപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോ കണ്ടു വരുന്ന ആളുകൾക്ക് ഇവർ പ്രത്യേക ഒരു കൺസിഡറേഷൻ ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്കൊരു പരിഗണന ഉണ്ടാവും. ചെറിയ റേറ്റിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഒരുപാട് കാണാനുണ്ട്. താഴെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ എൻട്രി ഗേറ്റ് കഴിഞ്ഞാൽ തന്നെ എൻട്രി ഗേറ്റ് ഇതാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് ഈ താങ്ക് യു വിസിറ്റിംഗ് എഗെയിൻ കാണിക്കുക. എന്നിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നോക്കി മിയാവാക്കി ഫോറസ്റ്റ് 2B കോട്ടേജ് കേട്ടോ. 2 ബെഡ്റൂം കോട്ടേജ് ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ട്രീ ഹൗസസ് ആണ്. ഇനി പക്ക ഒരു ഫോറസ്റ്റിലേക്കാട്ടോ നമ്മൾ പോണേ. ഈ ഒരു വാക്ക് വേന്ന് കഴിഞ്ഞ് നേരെ താഴത്ത് വലിയൊരു കാടാട്ടോ. അത് ഭയങ്കര ആംബിയൻസ് ആണ്. രാത്രിക്ക് വേറെ ലെവലായിരിക്കും. ചെറിയൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും. ഈ കാണുന്നതാണ് 2B കോട്ടേജ് കേട്ടോ. 2 ബെഡ്റൂം കോട്ടേജ് ആണ്. നോക്കിയേ കോട്ടേജിൻ്റെ പുറം വ്യൂ ആട്ടത്. ഇവിടെ എവിടെ നിന്നാലും വ്യൂ ആണ്, അതാണ് രസം. വേറെ ലെവൽ വ്യൂ ആണ്. ഇവിടെ നമുക്ക് ആ ഇൻഫിനിറ്റി പൂളിൽ നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഫ്ലൈറ്റ് ലാൻഡിങ്. ഇവിടെ റൺവേ കുറച്ച് ലോങ് ആണ്, കാണാൻ സാധ്യത അല്ല. ഇവിടെ ഒന്നുകൂടി അടിപൊളിയായിട്ട് കാണാൻ പറ്റും തോന്നുന്നുണ്ട് കറക്റ്റായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം കേട്ടോ. അകത്ത അനുഭവങ്ങളും സെറ്റപ്പും എന്താണെന്ന് അറിയണ്ടേ. ഇതാണ് റൂം, ഒരു ബെഡ്റൂം. ഇതാണ് എ സി സെറ്റപ്പൊക്കെ ഉണ്ട്. ഇത് അടിപൊളിയല്ലടാ ജിലിയോ, ഇത് സാറല്ലേ. ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ. അതേപോലെ തന്നെ നെക്സ്റ്റ് ബെഡ്റൂം ഇതാണ്. ഒരു 4 പേരടങ്ങിയിട്ടുള്ള സെറ്റപ്പ്. ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർക്കും ഇത് അടിപൊളി കേട്ടോ. ഇതാണിത് 2B കോട്ടേജ് വരുന്നത്. ഇനി നേരെ നമുക്ക് താഴേക്ക് പോവാണ്. ഇനി ട്രീ ഹൗസ് കാണാം. അപ്പോൾ ഞാൻ വീണ്ടും പറയാൻ, ആരെങ്കിലുമൊക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തേ മതിയാവുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ മലപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാകുമ്പോഴേ അത് നമ്മളെന്തായാലും ഒന്ന് പറയണം. അത് മാത്രമല്ല വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ജാതി ബെനിഫിറ്റ് ഉണ്ടാവും. അതിൽ ഒരു സംശയമല്ല. നിങ്ങൾ പറയാം നമ്മുടെ പേജിൽ സജാദ് ബ്ലോഗിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോട്ടോ. ഇത് നല്ല രസമായിരിക്കും കേട്ടോ. കാടിൽ ട്രീ ഹൗസ് വേറെ വൈബായിരിക്കും. ഏതാണ് വേണ്ടിച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ട്രീ ഹൗസ് വേണമെങ്കിൽ അത്, അതേപോലെ തന്നെ 2 ബെഡ്റൂമിലെ ആ ഒരു കോട്ടേജ് ഉണ്ടല്ലോ അത് അവൻ്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. നോക്കി നല്ല അടിപൊളി സെറ്റപ്പ് വാക്ക് വേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടിയിൽ ഇറങ്ങി പോകാനേ പെരും കാടാട്ടോ പുറത്ത്. ഇത് ഭയങ്കര ഒരു ഫോറസ്റ്റിലേക്കാട്ടോ നമ്മൾ ഇറങ്ങി പോണത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫോറസ്റ്റ്. നോക്കി നല്ലൊരു A ക്ലാസ് കാടാണ് കേട്ടോ. കാട് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ വെച്ചിട്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത് കേട്ടോ, എനിക്ക് ബോധ്യപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഒരു പരിപാടി ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാടുകൾ വെട്ടി നശിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ മരത്തിൻ്റെ അടിയിലുള്ള ഗ്യാപ്പിൽ അങ്ങനെ ട്രീ ഹൗസ് സെറ്റ് ചെയ്ത് കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയിട്ട് അതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ അടിയിലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. അതേപോലെ താഴെ കാണുന്നുണ്ടോ ഒരു കോട്ടേജ് കാണുന്നുണ്ട്, അത് ഒരു ട്രീ ഹൗസ് ആട്ടോ. 2 ട്രീ ഹൗസാണുള്ളത്. നോക്കിയേ നല്ല അടിപൊളി വൈബല്ലേ. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രീ ഹൗസിലേക്ക് അങ്ങനെ കയറി പോകട്ടെ. അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇവിടെയൊക്കെ CCTV ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ CCTV ഇല്ലെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം അത്യാവശ്യം നല്ല സെക്യൂരിറ്റിയും കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ ഇതേ ഇരിക്കുന്ന ഒരു ചന്തക്കാരൻ. നല്ല അടിപൊളിയാണ്. കാടാണെങ്കിൽ കൂടി ഫുള്ള് സെറ്റപ്പ്. നോക്കി അടിപൊളിയല്ലേ. ഇതിൻ്റെ അകത്തൊന്ന് കയറിയാൽ പറ്റും കേട്ടോ. അകത്ത് കയറുന്നതിന് മുമ്പ് ഇവിടുത്തെ പുറത്തത്തെ ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാം. നോക്കി നല്ല A ക്ലാസ് ഫോറസ്റ്റ്. അതാണ് കേട്ടോ ഒരു പിന്നെ എന്താ പറയുക വ്യൂ പോയിൻ്റ്. അതേപോലെ താഴത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ചെറിയൊരു പിന്നെ ഒരു ടീ സെറ്റപ്പൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള സീറ്റും അതേപോലെ തന്നെ ചെറിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു ഗ്ലാസ് വരുന്നത്. ആ ഗ്ലാസ് ആ കട്ടൺ പൊക്കിയാൽ മതി. അയ്യ, ഇതാണ് ട്രീ ഹൗസിൻ്റെ അകം. ഇതെങ്ങനെയുണ്ട്? ഓനെ ഓക്കെ പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. അടിപൊളിയായിട്ട് 2 പേർക്ക് കിടന്നുറങ്ങാം. ഇനി ബാത്റൂമാണല്ലോ നമ്മളെ മെയിൻ. ഓക്കെ, ചെറിയൊരു കുഞ്ഞ് ബാത്റൂം ഉണ്ട് കേട്ടോ. അഥവാ ട്രീ ഹൗസിലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവില്ലേ.
സെറ്റപ്പ് ബാത്റൂമുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് പോകട്ടെ. അത് ആ കാണുന്നുണ്ടോ അവിടെ, അതൊരു ട്രീ ഹൗസാണ്. ഓക്കെ, പിന്നെ താഴേക്ക് ഇവിടെയാണ് എന്ത് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഒരു ചെറിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴ, ഒരു കോട്ടയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോയാലേ നല്ല രസമായിരിക്കും. ഇതേ ഇവിടെ ഇരിക്കാനൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ വ്യൂ പോയിന്റിലെത്തി. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു സിറ്റിംഗ് സെറ്റപ്പ് ആട്ടോ. അവിടെ ഇരിക്കാനും സെറ്റപ്പിനൊക്കെ പറ്റുന്നതാണ്. സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പെട്ടക്കിന് ഇടക്കിടക്ക് അയ്യോ വ്യൂ എന്നൊന്നും പറഞ്ഞാൽ മതിയാവില്ല കേട്ടോ. വേറെ ലെവൽ വ്യൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവർ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ഒരു ടൂറിസം സെറ്റപ്പിലേക്ക് മാറ്റി എന്നതിലുപരി വേറൊരു നശിപ്പിക്കലോ കാര്യങ്ങളോ ദോഷം ചെയ്യുന്ന ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അതൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ ആ പാടം, അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഒക്കെ കാണാം. ഇവിടെ എയർപോർട്ട് കാണുന്നില്ല, ഇവിടെ മരങ്ങളുടെ മറവുണ്ട്. ഓക്കെ, നല്ല അടിപൊളി വ്യൂ അല്ലേ, നല്ല സെറ്റപ്പിലൊരു വ്യൂ. ഇവിടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞിട്ടേ ഈ കാട്ടിലിങ്ങനെ ഇരുന്നിട്ട് നല്ല ഡ്രസ്സായിട്ട് ചില്ലാക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ്. അപ്പം വീണ്ടും പറയാണ്, എന്ത് വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവും. റേറ്റിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൺസിഡറേഷൻ അവർ തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോഴേ നമ്മളൊരു ദിവസം ഇവിടെ തീരാ കേട്ടോ. ഞാനിവിടുന്ന് ഏതായാലും വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കാം. വളരെ വിശദമായിട്ട് അന്വേഷിച്ച് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ വന്നോ. അത് മാത്രമല്ല, ഈ വീഡിയോ കണ്ട് ഞാൻ വീഡിയോയിലും ഒരുപാട് വട്ടം പറഞ്ഞതാണ്, ഈ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് പ്രത്യേക ഒരു പരിഗണന ഉണ്ടാവും. അത് ഉറപ്പാണ്. അവരും എനിക്ക് ഉറപ്പ് വന്നതാണ്. ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ സമയത്ത് അവരെനിക്ക് ഉറപ്പ് വന്നതാണ്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സീ അഗെയിൻ, ടാറ്റാ.